ബാറുകൾ അടയ്ക്കുകയാണെന്ന് പറയും. എന്നിട്ടോ കൂടുതൽ ബാറുകളും ബിയർ പാർലറുകളും തുറക്കും. 1,600 കോടിയിലേറെ രൂപയുടെ മദ്യം കൂടുതൽ വിറ്റു. കേരളത്തെ മദ്യവിമുക്തമാക്കാൻ പ്രതിജ്ഞാബദ്ധരാണ് LDF മുന്നണി. മദ്യവരെ ബോധവൽക്കരിക്കാൻ സമഗ്രമായ പദ്ധതികളുമുണ്ട്. അതുകൊണ്ട് നുണ പറയുന്നവരെ തിരിച്ചറിയും. LDF വന്നാൽ മദ്യവർജനത്തിന് ജനകീയ പ്രസ്ഥാനം ആരംഭിക്കും. മദ്യത്തിന്റെ ഉപയോഗവും ലഭ്യതയും കുറയ്ക്കാൻ കർശനമായ നടപടികൾ എടുക്കും. മദ്യനയം സുതാര്യമായിരിക്കും, അഴിമതിയില്ലാത്തതായി. പ്രതികരണ വേദിയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നാം ചർച്ച ചെയ്യുന്നത് LDF സർക്കാരിൻ്റെ മദ്യനയത്തെക്കുറിച്ചാണ്. ഈ മദ്യനയം പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീമാൻ പിണറായി വിജയൻ നടത്തിയ പത്രസമ്മേളനം വളരെ വൈരുദ്ധ്യാത്മക വാദങ്ങൾ കൊണ്ട് ശ്രദ്ധേയമായിരുന്നു. ഈ പത്രസമ്മേളനത്തിൻ്റെ ആദ്യ ഭാഗത്ത് മുഖ്യമന്ത്രി മദ്യം വരുത്തുന്ന ദുരന്തങ്ങളെക്കുറിച്ച് ഘോരഘോരം സംസാരിച്ചു. കുട്ടികൾ പോലും മദ്യപാനത്തിന് അടിമയാകുന്നതിൻ്റെ അപകടത്തെക്കുറിച്ച് ചൂണ്ടിക്കാണിച്ചു. അതനുസരിച്ച് മദ്യവിതരണത്തിൻ്റെ പ്രായം 23 ഉയർത്തുന്നതിനെക്കുറിച്ച് ചിന്തിച്ചു. മദ്യം മൂലം നശിക്കുന്ന കുടുംബങ്ങൾക്ക് അത്താണിയായി വിമോചന ലഹരി വിമുക്ത പ്രക്രിയകളുടെ ആവശ്യകതയെക്കുറിച്ച് പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞ മുഖ്യമന്ത്രി തുടർന്ന് പറയുകയാണ്, നാട്ടിൽ മദ്യമൊഴുക്കുന്നതിനുള്ള എല്ലാ തടസ്സങ്ങളും സർക്കാർ നീക്കുകയാണ് എന്ന്. ഈ മദ്യനയം അക്ഷരാർത്ഥത്തിൽ ഇവിടുത്തെ മദ്യമുതലാളിമാർക്ക് വേണ്ടി രൂപീകരിച്ചതാണ് എന്ന് കേരളത്തിൽ അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാക്കാൻ തക്ക വിധത്തിൽ അത്ര കണ്ട് ലജ്ജാവഹമായ രീതിയിൽ രൂപീകരിച്ചതാണ്. ഇവിടെ സർക്കാർ ഉന്നയിക്കുന്ന ഒന്നാമത്തെ വാദം ഇതാണ്: UDFന്റെ മദ്യനയം തുടരാൻ ഞങ്ങൾക്ക് ബാധ്യതയില്ല. ആ മദ്യനയം ജനം പുറങ്കാലുകൊണ്ട് തള്ളിക്കളഞ്ഞ വിഷയമാണ്. ആ മദ്യനയത്തിനെതിരായ ജനവിധിയാണ് സർക്കാരിന് ലഭിച്ചിരിക്കുന്നത്, LDFന് ലഭിച്ചിരിക്കുന്നത് എന്നാണ് ഇതിനു വേണ്ടി വാദിക്കുന്ന LDFന്റെ നേതാക്കന്മാര് നാഴികയ്ക്ക് 40 വട്ടം വിളിച്ചു പറയുന്നത്. പക്ഷെ ഇത് ശരിയാണോ എന്ന് ഓർമ്മശക്തി നശിക്കാത്ത മലയാളികൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. കാരണം CPIMന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സാക്ഷാൽ സീതാറാം യെച്ചൂരി കേരളത്തിൽ വന്നപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് പത്രക്കാർ ചോദിച്ചു, UDFന്റെ മദ്യനയം തുടരുമോ? ശ്രീമാൻ യെച്ചൂരി പറഞ്ഞു, സർക്കാരുകൾ മാറി മാറി വരും, പക്ഷേ എടുത്ത തീരുമാനങ്ങൾക്ക് തുടർച്ചയുണ്ടാകും. അതുകൊണ്ട് UDF അടച്ച ഒരൊറ്റ ബാറുകളും ഞങ്ങൾ തുറക്കുന്ന വിഷയമില്ല എന്ന് പ്രഖ്യാപിച്ചത് CPIMന്റെ ജനറൽ സെക്രട്ടറിയാണ്. എന്നിട്ട് ആ വാക്കുകൾക്ക് പഴയ ചാക്കിന്റെ വില പോലും കൊടുക്കാതെ CPMന്റെ കേരള ഘടകം മദ്യനയം തിരുത്തി എന്ന സത്യം ഓർക്കുക. മദ്യം ഇല്ലാതാക്കാൻ പ്രതിജ്ഞാബദ്ധമാണ് സർക്കാർ എന്ന് പറഞ്ഞ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രചരണം നയിക്കാൻ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട അമ്മ നടിയുടെ മുഖമുപയോഗിച്ചത് LDF ആയിരുന്നില്ലേ? വേണ്ട, സാക്ഷാൽ പിണറായി വിജയൻ തന്നെ പത്രസമ്മേളനത്തിൽ പറഞ്ഞു, സുപ്രീം കോടതി വിധി അനുസരിച്ച് പാതയോരത്തുനിന്ന് മദ്യശാലകൾ മാറ്റാൻ ശ്രമിച്ചപ്പോൾ ജനരോഷം മൂലം 95% ബാറുകളും മാറ്റി സ്ഥാപിക്കാൻ കഴിഞ്ഞില്ല എന്ന് മുഖ്യമന്ത്രി പരോക്ഷമായി സമ്മതിക്കുകയല്ലേ? ഇവിടുത്തെ ജനവികാരം മദ്യം ഒഴുക്കുന്നതിന് തടസ്സമാണ് എന്ന്. എന്നിട്ട് ആരെ പ്രീണിപ്പിക്കാനാണ് സർക്കാർ ഈ മദ്യനയം നിങ്ങൾ നടപ്പിലാക്കിയത്? ഓർക്കുക, കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാന കാലത്ത് അഴിമതിയുടെ വലിയ തീവട്ടിക്കൊള്ളകളുടെ കഥ പ്രചരിപ്പിച്ചത് LDF ആണ്. അത് സത്യമാണെന്ന് വിശ്വസിച്ചവരിൽ സഭയും ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന്
LDFിന്റെ മദ്യനയം പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ ന്യായമായും ഞങ്ങൾക്ക് സംശയമുണ്ട്. ഈ പൊറാട്ട് നാടകങ്ങളും അഴിമതി ആരോപണങ്ങളും ആത്യന്തികമായി മദ്യമുതലാളിമാര് പണം കൊടുത്ത് നടപ്പിലാക്കിയ പൊറാട്ട് നാടകങ്ങളുടെ ഭാഗമായിരുന്നില്ലേ എന്ന് അങ്ങനെ സംശയിക്കുന്നതിൻ്റെ കാരണമുണ്ട്. കാരണം നാളിതുവരെയും മദ്യമുതലാളിമാർ ഉന്നയിച്ചിരുന്ന ആരോപണങ്ങൾ ഇപ്പോൾ സർക്കാരിൻ്റെ ഔദ്യോഗിക ന്യായവാദങ്ങളായി രംഗപ്രവേശം ചെയ്തിരിക്കുകയാണ്. ഉദാഹരണം പറഞ്ഞാൽ, മദ്യത്തെ ന്യായീകരിക്കാൻ ഇന്നാട്ടിലെ മദ്യമുതലാളിമാർ പറഞ്ഞിരുന്നൊരു ന്യായമാണ്, മദ്യം നിരോധിച്ചു കഴിഞ്ഞാൽ അടിസ്ഥാനപരമായി ഇവിടെ ലഹരി വസ്തുക്കളുടെ കുത്തൊഴുക്കുണ്ടാകും എന്ന്. ഇപ്പോൾ സർക്കാരും പറയുന്നതാണ്, ലഹരി വസ്തുക്കളുടെ വർധനവ് സംഭവിച്ചു, അതുകൊണ്ട് ഞങ്ങൾ മദ്യം ഒഴുക്കാൻ പോവുകയാണ്. പക്ഷെ ഓർക്കുക, കേരളത്തിൻ്റെ ക്രൈം ബ്യൂറോ നൽകിയ റിപ്പോർട്ട് അനുസരിച്ച് കേവലം അബ്കാരി കേസുകളിൽ 4.2% മാത്രമാണ് മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കേസ്. ഇതാകട്ടെ മുൻ വർഷത്തേക്കാൾ കുറവാണ് താൻ. വസ്തുതകൾ സത്യം സംസാരിക്കുമ്പോൾ, കണക്കുകൾ സത്യം വെളിപ്പെടുത്തുമ്പോൾ എന്തിനാണ് ഈ മദ്യമുതലാളിമാരുടെ വാദം സർക്കാർ ഏറ്റെടുത്ത് അവർക്ക് വേണ്ടി കുഴലൂത്ത് നടത്തുന്നത്? വീണ്ടും ഇവിടുത്തെ മദ്യമുതലാളിമാര് മദ്യത്തെ എതിർക്കുന്ന മെത്രാന്മാരെയും ക്രൈസ്തവ സഭാ നേതൃത്വത്തെയും നിശബ്ദരാക്കാൻ ഉപയോഗിച്ചിരുന്നൊരു വാദമാണ്, ക്രിസ്ത്യാനികൾ വിശുദ്ധ കുർബാനയ്ക്ക് മദ്യം ഉപയോഗിക്കുന്നു, വിശുദ്ധ കുർബാന ആചരണം മദ്യവിതരണമാണ് എന്നും ഓരോ രൂപതയും മദ്യം നിർമ്മിക്കാൻ ഡിസ്റ്റിലറി സ്ഥാപിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ടാണ് നാളിതുവരെ ഇന്നാട്ടിലെ കുത്തക മദ്യമുതലാളിമാര് മദ്യത്തെ ന്യായീകരിക്കാനും സഭയുടെ എതിർപ്പിനെ തമസ്കരിക്കാനും ശ്രമിച്ചിട്ടുള്ളത്. അതേ ന്യായവാദം പത്രസമ്മേളനത്തിൽ ബഹുമാന്യനായ മുഖ്യമന്ത്രി ഉന്നയിച്ചപ്പോൾ ഈ മുഖ്യമന്ത്രിക്കും അതുപോലെ നാട്ടിലെ മദ്യമുതലാളിമാർക്കും ഒരേ സ്വരമാണ് എന്ന് ഞങ്ങൾ വേദനയോടെ തിരിച്ചറിയുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മെത്രാന്മാരുടെ മദ്യവിരുദ്ധ നയങ്ങളിലെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്തില്ല എന്നുള്ളത് നന്ദിയോടെ ഓർമ്മിച്ചുകൊണ്ട് തന്നെ പറയട്ടെ. ആ രംഗത്തേക്ക് ഈ വിശുദ്ധ കുർബാനയ്ക്ക് ഉപയോഗിക്കുന്ന വീഞ്ഞിൻ്റെ കഥ പറയാൻ മുഖ്യമന്ത്രി തീരുമാനിക്കുമ്പോൾ അത് അടിസ്ഥാനപരമായി ഇവിടുത്തെ മദ്യമുതലാളിമാർക്ക് വേണ്ടി നടത്തിയ ഒരു കുഴലൂത്തായിരുന്നു. ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയ ഈ മദ്യനയത്തിൻ്റെ ദുരന്തവ്യാപകമായ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടാതിരിക്കാൻ വിഷയത്തിൻ്റെ ഫോക്കസ് കേവലം വിശുദ്ധ കുർബാനയിലേക്കും വീഞ്ഞിലേക്കും ചുരുക്കാൻ വളരെ ഗൂഢമായൊരു നീക്കമാണ് സർക്കാർ നടത്തിയത്. ഇത് തിരിച്ചറിയാൻ തക്ക വിവേകം ഇവിടുത്തെ സഭയ്ക്കുണ്ട് എന്നുള്ളത് സർക്കാർ മനസ്സിലാക്കുന്നത് നല്ലതാണ്. വീഞ്ഞിൻ്റെ കാര്യം പറഞ്ഞ് വിശുദ്ധ കുർബാനയെ ആക്ഷേപിക്കാൻ ഇവിടെ ആരും മുതിരേണ്ടതില്ല. കാരണം ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തു പാനപാത്രമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി ശിഷ്യന്മാർക്ക് കൊടുത്ത് അരുളി ചെയ്തു, ഇതെൻ്റെ രക്തമാണ്. ഒരൊറ്റ ക്രിസ്ത്യാനിയും വീഞ്ഞായിട്ടല്ല അത് ഉൾക്കൊള്ളുന്നത്, മറിച്ച് കർത്താവ് ഈശോ മിശിഹായുടെ തിരുരക്തമാണ് വിശ്വാസി പാനം ചെയ്യുന്നത്, വൈദികൻ പാനം ചെയ്യുന്നത്. ഈ വിശ്വാസം ഇവിടുത്തെ ജനസാമാന്യം അംഗീകരിക്കണമെന്ന് ഞങ്ങളാരും വാശി പിടിക്കുന്നില്ല. പക്ഷേ ഞങ്ങളുടെ വിശ്വാസമനുസരിച്ച് ജീവിക്കാനും വിശ്വാസം ആചരിക്കാനുമുള്ള അവകാശത്തെ ഇവിടുത്തെ ഭരണഘടനാബദ്ധമായ സർക്കാർ ചോദ്യം ചെയ്യാൻ പാടില്ല എന്നാണ് ഞങ്ങൾ പറഞ്ഞു വരുന്നത്. ഓർക്കുക, മദ്യം ഏത് ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? നമുക്കറിയാം, മരുന്നിന് വേണ്ടി ആയുർവേദത്തിൽ മദ്യം ഉപയോഗിക്കുന്നു. അത് ഉപയോഗിക്കുന്നവരെ ആരും മദ്യപാനികളെന്ന് വിളിക്കുന്നില്ലല്ലോ. തന്നെയുമല്ല, നമുക്കറിയാം ഇവിടെ
മദ്യം ഉപയോഗിക്കുന്നത് കർത്താവിൻ്റെ തിരുരക്തമായിട്ടാണ് എങ്കിൽ അതിനെ ആ ലക്ഷ്യത്തിൽ നിന്ന് വേർപെടുത്തുന്നത് ഞങ്ങളുടെ വിശ്വാസത്തോട് നടത്തുന്ന വെല്ലുവിളിയാണ്. വിശ്വാസത്തിൽ ഭരണകൂടം നടത്തുന്ന അനാവശ്യമായ കയ്യേറ്റമാണ്. ഇനി വിശുദ്ധ കുർബാനയെക്കുറിച്ചോ വീഞ്ഞിൻ്റെ ഉപയോഗത്തെക്കുറിച്ചോ പരിചിതമില്ലാത്ത അന്യമതസ്ഥരായ മനുഷ്യരുടെ മുമ്പിൽ പുകമറ സൃഷ്ടിക്കാൻ സർക്കാർ നടത്തുന്ന ഈ ശ്രമം തുറന്നു കാട്ടാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. ഒരു വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന പള്ളിയിൽ ഉപയോഗിക്കുന്നത് 10 മുതൽ 15 മില്ലി ലിറ്റർ വരെ വീഞ്ഞാണ്. ഇതാരാണ് കുടിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഈ തിരുരക്തമായി മാറുന്ന വീഞ്ഞ് പാനം ചെയ്യുന്നത് അല്ലെങ്കിൽ അത് പങ്കിടുന്നത് വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന വൈദികൻ, അതുപോലെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന 700 1000 വരുന്ന വിശ്വാസികൾ ചേർന്ന് തിരുവോസ്തി തിരുരക്തത്തിൽ മുക്കി കൊടുക്കുമ്പോൾ 1000 പേർക്ക് 15 മില്ലി വീഞ്ഞ് വിതരണം ചെയ്യുമ്പോൾ ഒരു തൊള്ളിയുടെ 10-1 പോലും ഒരാളുടെ നാവിലെത്തുന്നില്ല എന്നുള്ളതല്ലേ സത്യം. വസ്തുതകൾ ഇതായിരിക്കെ എന്തിനാണ് വിശുദ്ധ കുർബാനയിലെ മദ്യത്തിൻ്റെ പേര് പറഞ്ഞ് നാടാകെ മദ്യമൊഴുക്കാനുള്ള സർക്കാരിൻ്റെ ഹീനമായ നീക്കത്തെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത്? ഈ ന്യായീകരണം ശരിയല്ല എന്ന് മാത്രമല്ല, ഇതിൽ വിശ്വാസത്തിൻ്റെ മേലുള്ള കടന്നുകയറ്റം കൂടി ഉണ്ട് എന്ന് സർക്കാരിനെ ഞങ്ങൾ സ്നേഹബുദ്ധിയ ഓർമ്മിപ്പിക്കുകയാണ്. വീണ്ടും മറ്റൊരു വാദം ഉന്നയിച്ചിരിക്കുന്നത് രൂപതകൾ ഡിസ്റ്റിലറി നടത്തും. രൂപതകളിൽ വിശുദ്ധ കുർബാനയ്ക്ക് ആവശ്യമായ വീഞ്ഞ് നിർമ്മിക്കുന്നു. കാരണം ആ വീഞ്ഞ് മാർക്കറ്റിൽ നിന്ന് ഞങ്ങൾക്ക് വാങ്ങി ഉപയോഗിക്കാനാവില്ല. കാരണം മാർക്കറ്റിൽ കിട്ടുന്നത് 9 മുതൽ 15% വരെ വീര്യമുള്ള വീഞ്ഞാണ് എങ്കിൽ ഞങ്ങൾക്ക് ആവശ്യമുള്ളത് 4-5% ഒതുങ്ങുന്ന വീര്യമുള്ള വീഞ്ഞേ ആവശ്യമുള്ളൂ. അതായത് മാർക്കറ്റിലെ വീഞ്ഞ് വിശുദ്ധ കുർബാനയ്ക്ക് ഉപയോഗിക്കാൻ സാധിക്കാത്തത് കൊണ്ട് സർക്കാരിൻ്റെ പ്രത്യേക അനുമതി തേടി ലോകമാസകലം വിശുദ്ധ കുർബാനയ്ക്കുള്ള വീഞ്ഞ് സഭയുടെ മേൽനോട്ടത്തിൽ നിർമ്മിക്കുന്ന പതിവാണുള്ളത്. കേരളത്തിലും അത് തന്നെയാണ് നടപ്പിലായിരിക്കുന്നത്. അതായത് ഒരു പ്രദേശത്ത് ഒരു രൂപതയിലെ 3-4 ലക്ഷം വിശ്വാസികളുടെ ഉപയോഗത്തിന് വേണ്ടി വർഷത്തിൽ 500 കുപ്പി വീഞ്ഞ് ഉൽപ്പാദിപ്പിക്കുന്നു, അല്ലെ 1000 കുപ്പി വീഞ്ഞ് ഉൽപ്പാദിപ്പിക്കുന്നു എന്നുള്ളത് മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതുമായി ബന്ധിപ്പിക്കാൻ സർക്കാർ നടത്തിയ ശ്രമം മോശമാണ്. അത് തരംതാന്ന വാദഗതിയായിപ്പോയി. എന്ന് മാത്രമല്ല, നാം ആലോചിക്കുക, ഈ വീഞ്ഞ് എന്ന് പറയുന്നത് 4-5% മാത്രം വീര്യമുള്ള വീഞ്ഞ്. പഴയ കഞ്ഞിവെള്ളത്തിന് സമാനമായ വീര്യമുണ്ട് എന്ന് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഒരു ദിവസം പഴകിയ ഒരു പഴച്ചാറിന് ഇത്രയും വീര്യമുണ്ടാകും എന്നുള്ളത് വ്യക്തമാണ്. എന്നിട്ടാണ് ഈ വിശുദ്ധ കുർബാനയ്ക്ക് ഉപയോഗിക്കുന്ന വീര്യം കുറഞ്ഞ വീഞ്ഞിനെ മദ്യം എന്ന പേരിൽ പ്രദർശിപ്പിച്ച് കയ്യടി നേടാനും ഈ സർക്കാരിൻ്റെ ഗൂഢനീക്കങ്ങൾക്ക് മറപിടിക്കാനും ശ്രമം നടത്തിയിരിക്കുന്നു. വീണ്ടും മറ്റൊരു ആരോപണം ഇതാണ്: മാർപ്പാപ്പ സഭാ നേതാക്കന്മാര് മദ്യം വിളമ്പുന്നതിൻ്റെ ഫോട്ടോ കാണിച്ചുകൊണ്ടാണ് ചില മാധ്യമങ്ങൾ നുണപ്രചാരണത്തിന് കൂട്ടുനിൽക്കുന്നത്. കേരളത്തിലെ ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷനായ ബസേലിയൂസ് മാർത്തോമ പൗലൂസ് ദ്വിതീയൻ കാതോലിക്ക ബാവ ഗൾഫ് രാജ്യങ്ങളിൽ മദ്യസൽക്കാരം നടത്തി എന്ന് പറഞ്ഞ വ്യാജ വാർത്ത കേരളത്തിലെ ഒരു പ്രധാന മീഡിയ പുറത്തുവിട്ടു. കേവലം ആപ്പിൾ ജ്യൂസാണ് അവരുപയോഗിച്ചത് എന്ന് അതിൽ പങ്കെടുത്തവർ ഒന്നടങ്കം സാക്ഷ്യപ്പെടുത്തിയിട്ടും തിരുത്തൽ കൊടുക്കാതെ ഈ മാധ്യമം ലജ്ജാകരമായ നുണപ്രചാരണം നടത്തി സർക്കാരിന് വേണ്ടി മദ്യമൊഴുക്കാൻ ചൂട്ടുകത്തിച്ചു കൊടുക്കുകയാണ്. മാർപ്പാപ്പ വീഞ്ഞു കുടിക്കുന്നു,
ഇതാണ് മറ്റൊരു ആരോപണം. നമുക്കറിയാം, മാർപ്പാപ്പ എന്ന് പറയുന്നത് ഒരു രാഷ്ട്രത്തിന്റെ തലവനാണ്. നയതന്ത്രപരമായ വിരുന്നുകളിൽ പാലിക്കേണ്ട മേശമര്യാദകളുണ്ട്. ആ മര്യാദകളുടെ ഭാഗമായുള്ള പാനോപചാരമാണ് ഇപ്രകാരമുള്ള ഗ്ലാസുകൾ ഉപയോഗിക്കുക, വിളമ്പുക എന്നൊക്കെ പറയുന്നു. ബഹുമാനപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇതിനു മുമ്പ് മൻമോഹൻ സിംഗും അതിനു മുൻപ് ഇന്ദിരാഗാന്ധിയും ഒക്കെ ഇപ്രകാരം വൈൻ ഗ്ലാസുകളുടെയും ബിയർ ഗ്ലാസുകളുടെയും മുമ്പിൽ നയതന്ത്ര വിരുന്നുകൾക്ക് ഇരിക്കുന്നതിൻ്റെ ചിത്രങ്ങൾ നാം എത്രയോ കണ്ടിട്ടുണ്ട്. അവരെല്ലാം മദ്യപാനികളാണ് എന്ന് ആരെങ്കിലും പറയൂ? അവരുടെ മുമ്പിൽ വൈൻ ഗ്ലാസ് കണ്ടതുകൊണ്ട് അവരെല്ലാം മദ്യപാനത്തെ ന്യായീകരിക്കുന്നവരാണ് എന്ന് പറയാൻ സാധിക്കൂ? ആഗോള കത്തോലിക്കാ സഭയ്ക്ക് മദ്യത്തെക്കുറിച്ച് നയമുണ്ടോ എന്നാണ് ചില ചാനൽ ചർച്ചക്കാർ വിളിച്ചു ചോദിക്കുന്നത്. നയമുണ്ട്. മദ്യം അതിൽ തന്നെ തിന്മയാണെന്ന നിലപാട് സഭയ്ക്കില്ല. എന്നാൽ മദ്യം ദുരുപയോഗിക്കുമ്പോൾ, അതായത് ഇന്നാട്ടിലെ അമ്മമാരെ, ഇന്നാട്ടിലെ കുഞ്ഞുങ്ങളെ, ഇന്നാട്ടിൻ്റെ ക്രമസമാധാന വിഷയത്തെ തകർക്കുന്ന രീതിയിൽ മദ്യം ഇവിടെ പതിറ്റാണ്ടുകളായി ഒഴുകുന്ന പരിതോവസ്ഥയാണ് കേരളത്തിൽ സംജാതമായിരിക്കുക. അതുകൊണ്ട് തന്നെ കേരള സഭയുടെ സുചിന്തിതമായ തീരുമാനമാണ് മദ്യനിരോധനത്തിന് വേണ്ടി സർവാത്മന പ്രവർത്തിക്കുക, അരയും തലയും മുറുക്കി പ്രവർത്തിക്കുക എന്ന് പറയുന്നു. ആ തീരുമാനമാണ് കേരള സഭ ഇവിടെ നടപ്പിലാക്കുക. സാംസ്കാരികമായ പരിതോവസ്ഥകളുടെ വ്യത്യാസം കൊണ്ട് ആഗോള സഭയുടെ നിലപാടുകളിൽ വ്യത്യാസം വരുന്നതിനെ ആരും അങ്കലാപ്പോടെ വീക്ഷിക്കേണ്ടതില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ ചിന്തിക്കുന്നത് പോലെ ബംഗാളിൽ ചിന്തിക്കുന്നില്ലല്ലോ. ബംഗാളിൽ ചിന്തിക്കുന്നത് പോലെ അല്ലല്ലോ ചൈനയിലെ കമ്മ്യൂണിസ്റ്റുകാർ ചിന്തിക്കുന്നത്. അതുപോലെ അല്ലല്ലോ റഷ്യയിലെ കമ്മ്യൂണിസ്റ്റുകാർ ചിന്തിക്കുന്നത്. അതുപോലെ അല്ലല്ലോ വെനിസ്വലായിലെയും ക്യൂബയിലെയും കമ്മ്യൂണിസ്റ്റുകാർ ചിന്തിക്കുന്നത്. പ്രാദേശികമായ പ്രതിസന്ധികളും യാഥാർത്ഥ്യങ്ങളും മുന്നിൽ കണ്ടുകൊണ്ട് സാംസ്കാരിക വിഷയങ്ങളിൽ നിലപാട് സ്വീകരിക്കുക എന്ന് പറയുന്നത് ഏതൊരു പ്രസ്ഥാനത്തിലും എന്നതുപോലെ സഭയുടെ നിലപാടിലും സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നുള്ളത് വസ്തുതാപരമാണ്. കേരളത്തിൽ മാർപ്പാപ്പായുടെ വൈൻ ഗ്ലാസ് ചൂണ്ടിക്കാണിച്ച് മദ്യപാനത്തെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്ന സർക്കാരിനോടും ഇടതുപക്ഷത്തിൻ്റെ നേതാക്കന്മാരോടും ഞങ്ങൾക്ക് പറയാനുള്ളത് ഒരേ ഒരു വസ്തുതയാണ്. ഈ ന്യായവാദം പറഞ്ഞ് ഇന്നാട്ടിലെ അമ്മമാരുടെയും പെങ്ങന്മാരുടെയും മുമ്പിൽ ചെല്ലാൻ സർക്കാർ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ചൂലുകൊണ്ട് അവർ നിങ്ങളെ അടിക്കും. എന്ന് മാത്രമല്ല, അപ്പൻ്റെയും സഹോദരൻ്റെയും മദ്യപാനം കൊണ്ട് ജീവിതം തകർന്നു പോയ എത്രയോ കുഞ്ഞുങ്ങളുണ്ട്. ഭാവിയുടെ അന്ധകാരത്തെ നോക്കി സങ്കടപ്പെടുന്ന ആ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ ചെന്ന് മദ്യനയത്തെ ന്യായീകരിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഉണ്ട് എങ്കിൽ അവർ നിങ്ങളെ നേരിടുന്നത് ഏത് രീതിയിലായിരിക്കുമെന്ന് പ്രവചിക്കാൻ വയ്യ. ജനം അത്ര കണ്ട് അസ്വസ്ഥരാണ് സർക്കാരിൻ്റെ മദ്യനയത്തിൽ. ആ മദ്യനയത്തിൻ്റെ അടിസ്ഥാനങ്ങളെ മാറ്റിമറിക്കാൻ കേവലം മാർപ്പാപ്പായുടെ വൈൻ ഗ്ലാസോ വിശുദ്ധ കുർബാനയിലെ വീഞ്ഞിനെ കുറിച്ചോ പറയുന്നതിൽ അർത്ഥമില്ല. മഹാത്മാഗാന്ധിയും ശ്രീനാരായണ ഗുരുദേവനും പറഞ്ഞ മദ്യനിരോധനം തന്നെയാണ് കേരളത്തിലെ ക്രൈസ്തവ സഭയും ആവശ്യപ്പെടുക. മഹാത്മാഗാന്ധി, ശ്രീനാരായണ ഗുരുദേവൻ ഇവരുടെ സ്വരത്തിൽ തന്നെയാണ് കേരള സഭ സംസാരിക്കുന്നത്. അതുകൊണ്ട് ഈ സ്വരം അസ്ഥാനത്തെ സ്വരമാണെന്ന്, അപസ്വരമാണ് എന്ന് പറയുന്നവർ ഗാന്ധിയെയും ഗുരുദേവനെയും നിഷേധിക്കുന്നവർ കൂടിയായിരിക്കണം എന്ന വസ്തുത മറക്കാതിരിക്കാൻ. മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ നന്ദി, നമസ്കാരം.